ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്താ വെച്ചാൽ മഴയൊന്ന് ഒന്ന് ശാന്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2-3-4 ദിവസം തകർത്തങ്ങ് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വീണേനെ പെയ്യുന്നുണ്ടേ ആലപ്പുഴയൊക്കെ ഏകദേശം വെള്ളമായതാണ്. ഇന്നെന്തായാലും 2 ദിവസം കൊണ്ടല്ല, ഇന്ന് ഇച്ചിരി നല്ല രീതിയിൽ മഴ ഇച്ചിരി കുറവുണ്ട്. അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നല്ല ഏകദേശം കുഴപ്പമില്ലാതൊക്കെ കിടക്കുന്നു. ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ചെളിയായൊക്കെ കിടന്നേത് മുറ്റം. ഇന്ന് എന്തായാലും കുറച്ച് വെയിൽ വന്ന് കുറച്ച് ഉണങ്ങിയൊക്കെ കിടപ്പുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, ബോയ്ക്കയുടെ കൂട് അവനാണെങ്കിൽ ഇന്നലെയൊന്നും ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഈ മഴ വന്നപ്പം തൊട്ടിങ്ങനെയാണ്, എപ്പോൾ നോക്കിയാലും ജലദോഷവും കണ്ടില്ലേ ബോയ്ക്കത്. ഓക്കെ, മോട്ടറൊന്ന് ഓൺ ചെയ്തിട്ട് ബോയ്ക്കയുടെ കൂടൊന്ന് കഴുകിയിടണം. അല്ലെങ്കിൽ ഞാനേ മോട്ടർ ഓൺ ചെയ്ത് ദൈവമേ ഓസിപ്പിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് അതിനകത്തുള്ള വെള്ളം എല്ലാം പോയിക്കണം. അത്രയ്ക്ക് ദൂരമുണ്ട്. ആ മോട്ടറിൽ നിന്ന് ഇട്ടിട്ട് വേണം നമ്മൾ ഇങ്ങ് വരെ വന്നിട്ട് വേണം ഇവൻ്റെ ഓസി ഓട് നിറച്ച് അപ്പയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണോ ഇങ്ങനെ അപ്പയിടുന്നത് എനിക്കറിയത്തില്ല. ഇതൊരു വാടയാ. ഞാനാണെങ്കിൽ ഇങ്ങനെ കൂടൊന്നും പിള്ളേർ ട്യൂഷന് പോയതുകൊണ്ട് മാത്രം ഞാൻ കൂട് കഴുകാമെന്ന് തീരുമാനിച്ച് വന്നതാണ്. അല്ല, ഇനി അവർ പോയിട്ട് വന്നിട്ട് ഈ കൂടെ കഴിവുണ്ട്. ചിലപ്പം മഴ വല്ലതും പെയ്യുവാണെങ്കിൽ പിന്നെ തീർന്നു. പോയിക്കാണെങ്കിൽ ഇളക്കം വന്ന പോലെ അപ്പിയെല്ലാം ഇട്ട് വെച്ചിരിക്കുക. എന്തിനാണോ ഒന്ന്. ഞാൻ എന്തായാലും ഈ കൂടൊന്ന് കഴിയിട്ട് നമുക്ക് ഓടിയിടാം. അപ്പോൾ കൂട് കഴുകി തീർന്ന് ഞാനിനി ഓടിച്ചെന്നാലും ഇനി ആ ഓസ് നിർത്തണം. എൻ്റെ ചെരുപ്പാണെങ്കിൽ അയ്യോ പൊട്ടിയിരിക്കുക. ഇത് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ടാങ്കിലെ വെള്ളം ഫുള്ള് തീരും. ഇതാണ് ഈ മോട്ടർ ഇടുന്നതുമായിട്ടുള്ള ഒരു കുഴപ്പം. മോട്ടർ ഇട്ടിട്ടാലേ ആ ഓസിനകത്തോട്ട് വെള്ളവും വരത്തുള്ളൂ. എന്തൊരു ഗതികേടാണോ എന്തോ. ആണെങ്കിൽ മഴ വന്ന് ഇവിടെ ഫുള്ള് കണ്ടോ കാട് പിടിച്ച് കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറേ വാഴയും. ഭയങ്കര മെനക്കേടാ ബോയ്ക്കേടാ അരി. അയ്യോ, ഇത് ഓഫ് ചെയ്യട്ടെ. അതൊക്കെ കണ്ടോ കിടക്കുന്നുണ്ട്. ഈ മഴ വന്ന് ഫുള്ള് ഇവിടെ എല്ലാം കാടായി. അപ്പുറത്താണെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു സാധനം അപ്പുറത്തോട്ട് നിന്നാൽ മതി, അവരുടനെ അത് വെട്ടി ഇങ്ങോട്ട് ഇടും. അതങ്ങനെ ഒരു തള്ള. ഇവിടെ ഫുള്ള് ചെടികളായിരുന്നു. ഇപ്പം ചെടി ഏതാ പോച്ച ഏതാ ഒന്നും അറിഞ്ഞുകൂടാത്ത കണക്കായിപ്പോയി. വേണ്ട, ചെടിയായിരുന്നു എല്ലാം ആയി. കൂട് കഴുകി എന്തായാലും നമ്മൾ കൂടൊക്കെ കഴുകി. ഇനി പിള്ളേർ വന്നിട്ട് ആ കൂടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ബോയ്ക്ക് എടുത്ത് അതിനകത്ത് കൊണ്ടിടും. അതുവരെ കുറച്ച് റെസ്റ്റ്. എന്തായാലും രാവിലത്തെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. കുറച്ച് വെജിറ്റബിൾ ഉണ്ടായിരുന്നു, അതിട്ടൊന്ന് ഒരു ഒറോട്ട സാമ്പാറും വെച്ചു. ഇനി ഒരു കോവയ്ക്ക ഉണ്ട്, അതും കൂടി ഒന്ന് മെഴുക്കും വരട്ടി. അതൊക്കെ തന്നെ മതി. ഇന്ന് പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ പപ്പടം ഉണ്ട്, അതും മതി. പിള്ളേർക്ക് അത് തന്നെ ധാരാളം. പിന്നെ ഒരുപാട് കഴിക്കുന്ന പിള്ളേരൊന്നുമല്ല, അത്യാവശ്യം ഇച്ചിരി കയ്യിലിരിപ്പുള്ള സാധനങ്ങൾ. നമ്മൾ കണ്ടില്ലെങ്കിൽ ചോറപ്പഴേ കൊണ്ട് കളയും. പിന്നെ ഞാൻ മാക്സിമം വാരിയാണ് കൊടുക്കുന്നത് 2 പേർക്ക്. അതുകൊണ്ട് പിന്നെ കുറച്ചെങ്കിലും ഉണ്ട്. പണ്ട് ഞാൻ എല്ലുപോലെ ആയിരുന്നേ, പക്ഷെ ആ ബോഡി ലാംഗ്വേജ് ആയിരിക്കും. അവർ പണ്ട് നല്ല ഗുണ്ടായിരുന്നു 2 പിള്ളേർ. ഇപ്പം എല്ലാം എന്താ പറയുക, 2 പേരും ഈ സ്കൂളിലൊക്കെ പോകുന്ന. അമ്പാടിയാണെങ്കിൽ പിന്നെ ഫുട്ബോളേന്ന് പറഞ്ഞ് ചാവും. പിന്നെ ഈ 2 മാസം വെക്കേഷൻ ഉണ്ടായിരുന്നു. പപ്പയെ പോലെ ജിമ്മിനൊക്കെ പോയി ഒരുവിധമൊക്കെ ഒന്ന് സൈസായി വന്നതായിരുന്നു രാസൻ. അവന് നല്ല രീതിയിലൊരു വിമ്മിഷ്ടവും
ജലദോഷമൊക്കെ വന്നപ്പോഴത്തേക്ക് അവൻ പിന്നെ അങ്ങ് മോശമായിപ്പോയി. അതാ പണി മാളിയത്. എന്തായാലും ഇനിയിപ്പോൾ കുഴപ്പമില്ല, അങ്ങ് മാറിക്കോളും. പിന്നെ അല്ലുവാവയുടെ കാര്യം പറയണ്ട, അവൾ പിന്നെ വലുതായിട്ട് അവൾക്ക് ഇനി വല്ല ജങ്ക് ഫുഡാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ അത് ഒരുപാട് മേടിച്ച് കൊടുക്കത്തുമില്ല. കൂടുതലും മേടിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ മന്തി ഇഷ്ടമാണ്, ബിരിയാണി ഇഷ്ടമാണ്. ഇതൊക്കെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും തിന്നായിരിക്കത്തില്ല, ഇതൊക്കെ തിന്നും. പിന്നെ അല്ലാതെ ബർഗർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് മേടിച്ച് കൊടുക്കത്തില്ല. ഈ മന്തിയൊക്കെ തന്നെ മതി, എന്താ ആവശ്യമില്ലാത്ത ഫുഡാണ്. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരെ പപ്പ ഇടയ്ക്ക് മേടിച്ച് എടുക്കുക. അപ്പത്ത് തന്നെ ഹസൻസ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. ആഴ്ച ഒരിക്കലെങ്കിലും അവൾക്കത് വേണം. പിന്നെ എന്ത് കഴിച്ചാണെങ്കിൽ ഇങ്ങനെ വലിയ വണ്ണമൊന്നും വെക്കാത്ത ശരീരമാണ് രണ്ടുപേരെ. വലുതാകുമ്പം വെക്കുമായിരിക്കും. പണ്ട് നല്ല വണ്ണമുള്ള പിള്ളേരായിരുന്നു, ഇനിയിപ്പം വലുതാകുമ്പോൾ ചിലപ്പോൾ അത് വെക്കുന്ന ശരീരമായിരിക്കും. അമ്പാടിയും അങ്ങനെയാണ്. എന്തായാലും ഇനി പിള്ളേർ വരട്ടെ. ഇതോടെ എൻ്റെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് അത്രേ ഉള്ളൂ. ഇനി പിള്ളേർ വന്നിട്ട് അവരുടെ എന്താണെന്ന് വെച്ചാൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വരും. അതുവരെ ബൈ.